ദൃശ്യങ്ങൾ സഹിതം തെളിവ് സഹിതമായിരുന്നു സൈന്യത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം. പാക് വ്യോമ താവളങ്ങൾ തകർക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പങ്കുവച്ച് ഇന്ത്യ. Shown on the screen is the probable enemy PL-15 missile, which is of Chinese origin. This missile has missed its target, and you can see the pieces now which are available with us. Weapon system or weapon which was found was the long-range rocket, the pieces of which you can now see on the screen. We have talked about the loiter munitions and the unmanned aerial systems, and here are some of the glimpses of those systems which we have brought down. To your right, with the right undercarriage or the wheel, you can see is the Yeeha system, which is of Chinese origin with Pakistan. You can see some quadcopters and you can see one odd Sonka drone hanging by the wire. All these have been brought down by our trained crew and air defense systems. കൂടുതൽ വിവരങ്ങൾ നൽകാനായി പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, സൈന്യത്തിന്റെ നീക്കം പാകിസ്ഥാനെതിരെ ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് രാജ്യത്തിന് മുൻപിലും ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിലും വ്യക്തമാക്കുകയായിരുന്നു ഈ ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിലൂടെ. അതിൽ ഇതുവരെ നമ്മൾ ഏത് രീതിയിലായിരുന്നു തിരിച്ചടിച്ചത് എന്ന് പറയുകയായിരുന്നെങ്കിൽ ഇന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാന് എത്രത്തോളം നാശനഷ്ടങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്, നമ്മൾ ഏത് രീതിയിലാണ് നമ്മളുടെ ഓരോ ദൗത്യവും നീങ്ങിയിരുന്നത്, ഏത് രീതിയിൽ അവർക്ക് തിരിച്ചടി നൽകിയെന്നും അതോടൊപ്പം തന്നെ എന്തൊക്കെ സജ്ജമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു വാർത്താ സമ്മേളനം? ഇന്ന് DGMO തലത്തിലുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടാണ് പ്രതിരോധ മന്ത്രാലയത്തിലെ സേനാ വിഭാഗങ്ങൾ വാർത്താ സമ്മേളനം നടത്തിയത്. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇന്ന് പാകിസ്ഥാന് നൽകിയ മറുപടിയുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൻ്റെ ഒരു നേർചിത്രം വരച്ചു കാട്ടുകയായിരുന്നു വ്യോമസേന വക്താവ് AK ഭാരതി. അദ്ദേഹം പറഞ്ഞത് കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെയുള്ള വ്യോമസേനാ താവളങ്ങൾ ഞങ്ങൾ ആക്രമിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ റഡാർ സ്റ്റേഷനുകളും തകർത്തു. മാത്രമല്ല ചൈനയുടെയും തുർക്കിയുടെയും ബന്ധം എടുത്തു കാട്ടുകയും ചെയ്തു. അതായത് ചൈനയുടെ PL-15 മിസൈലുകളാണ് തകർത്തിട്ടുള്ളവയിൽ കൂടുതലും. അതോടൊപ്പം തന്നെ തുർക്കിയുടെ ഈഹ, അതുപോലെ തന്നെ സോങ്കാർ ഡ്രോണുകളും ഇതോടൊപ്പം ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ദൃശ്യങ്ങളും സേന പങ്കുവച്ചിട്ടുണ്ട്. വ്യോമസേനാ താവളങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ നൂർ ഖാൻ ബേസും അതോടൊപ്പം തന്നെ റഹീംയാർ ഖാൻ ബേസും ഞങ്ങൾ തകർത്തിട്ടുണ്ട്. റഹീംയാർ ഖാൻ ബേസിൻ്റെ റൺവേയിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഗർത്തം, ബോംബാക്രമണത്തിൽ തകർന്ന ആ റൺവേയുടെ ചിത്രങ്ങളും പങ്കുവച്ചു. നൂർ ഖാൻ ബേസ് എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ബേസുകളിലൊന്നാണ്. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് അവിടെ ഇതിന് സമീപമാണ് പാകിസ്ഥാൻ്റെ പല ആണവ കേന്ദ്രങ്ങളും ഉള്ളത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു ആക്രമണം നടന്നത് സർഗോദ ബേസിലായിരുന്നു. അവിടെ ഇതിന് സമീപം കിരാന ഹില്ലുകളിൽ അല്ലെങ്കിൽ കിരാന കുന്നുകളിൽ പാകിസ്ഥാൻ്റെ ആണവ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും വളരെ സുപ്രധാനമായ ഈ ഏതെല്ലാം വ്യോമതാവളങ്ങളാണ് ഞങ്ങൾ ആക്രമിച്ചത് എന്ന് വളരെ കൃത്യമായി തന്നെ വ്യോമസേന വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നാവികസേന വക്താവ് പറഞ്ഞത് ഞങ്ങൾ എന്തിനും തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. അറബിക്കടലിൽ വലിയ തോതിലുള്ള സന്നാഹങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏത് തലത്തിലുള്ള ആക്രമണത്തിനും ഞങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു, സജ്ജമാണ് എന്നുള്ളതാണ് സേന വ്യക്തമാക്കിയ. അതോടൊപ്പം തന്നെ നാവികസേനയുടെ ഒരു ദൃശ്യവും പങ്കുവച്ചിട്ടുണ്ട്. ഈ വ്യോമസേനാ താവളങ്ങളിൽ നടത്തിയ ആക്രമണം വളരെ കൃത്യമായി വിവരിച്ച ശേഷം അവർ പറഞ്ഞത് ഈ കിരാന കുന്നുകളിൽ ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പങ്കുവച്ചതിന് നന്ദി, പക്ഷേ ഞങ്ങൾ അവിടം ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സർഗോദ വിമാനത്താവളത്തിൽ ബോംബാക്രമണം നടന്നു എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വ്യോമതാവളങ്ങളൊക്കെ തിരഞ്ഞെടുത്തത് വളരെ കൃത്യതയോടെയാണ് എന്നാണ് ഇപ്പോൾ സേനാ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായത് പാകിസ്ഥാൻ്റെ F-16 അതുപോലെ തന്നെ ചൈനയുടെ JF-17 വിമാനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവയെല്ലാം. അതോടൊപ്പം മുറിയത്തിലുള്ളത് തുർക്കിയുടെ ഡ്രോണുകൾ സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടെയാണ്. നൂർഖാൻ ബേസ് എന്ന് പറയുന്നത് VVIP വിമാനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഈ വ്യോമാക്രമണം നടക്കുന്ന സമയത്ത് സേനാ മേധാവി അസീം മുനീർ ഉണ്ടായിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല അസീം മുനീർ ആ സമയം ബങ്കറിലേക്ക് മാറി എന്നുള്ളതും പറയുന്നുണ്ട്. കറാച്ചിയിലെ മാലിർ വ്യോമസേനാ താവളം തകർത്തു എന്നുള്ളതാണ് ഇപ്പോൾ സേന വ്യക്തമാക്കുന്ന മറ്റൊരു സുപ്രധാനമായ വിവരം. അതായത് കറാച്ചിയും ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കറാച്ചിയുടെ മാലിർ വ്യോമസേനാ താവളം ബ്രിട്ടീഷുകാരുടെ സമയത്ത് തന്നെ
ഉണ്ടാക്കിയിട്ടുള്ള അതീവ സുപ്രധാനമായ ഒരു താവളമാണ്. അതായത് യൂറോപ്പിലേക്കുള്ള ഗേറ്റ് വേ ആണ് ഇതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഏതായാലും വലിയ ഒരു ആക്രമണം തന്നെയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിന് യാതൊരു കുറവുമില്ല. വ്യോമസേനാ താവളങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കരസേനാ താവളങ്ങളെല്ലാം തന്നെ സുസജ്ജമാണ് എന്നാണ്, സുരക്ഷിതമാണ് എന്നാണ് ഇപ്പോൾ സേന വ്യക്തമാക്കുന്നത്. മറ്റൊരു ഓപ്പറേഷന് ഞങ്ങൾ തയ്യാറെന്നുള്ള വളരെ കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ സേന നൽകിയിരിക്കുന്നത്. അത് തീർച്ചയായും അത് തന്നെയാണ്. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ ഏത് ഓപ്പറേഷനും തയ്യാറാണ് എന്ന് തന്നെയാണ് സൈന്യം വ്യക്തമാക്കുന്നത്. വൈസ് അഡ്മിറൽ എൻ പ്രമോദിന്റെ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം. PL-15 എയർ ടു എയർ മിസൈൽ തകർത്തു, ദൗത്യത്തിന് തയ്യാറെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യവും നാവികസേന പുറത്തുവിട്ടിട്ടുണ്ട്. Powerful carrier battle group with formidable offensive capability was able to operate with impunity and maintained an uncontested presence in the area of operations. Effectively, it compelled the Pakistani air elements to remain bottled up close to the Makran coast, denying any opportunity to be a threat in maritime space.